ഈ വീഡിയോയിൽ ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന റൈവൽറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതിന് മുമ്പുള്ള എൻ്റെ വീഡിയോകളിൽ 2 എപ്പിസോഡുകളിൽ ചെറുതായിട്ടൊന്ന് പരാമർശിച്ച് പോയിട്ടുണ്ട്. അപ്പം അതിൽ ശരിക്കും അമേരിക്ക ഈ യുദ്ധം തിരികെ തുടങ്ങാൻ എന്തായിരുന്നു കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യം. ഞാനതുമായിട്ട് ബന്ധപ്പെട്ടൊരു എപ്പിസോഡ് ഇതിനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് 2-3 ദിവസം കൊണ്ടേ ഈ വിഷയം ഞാൻ വായിച്ചിങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ അതങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ്സ് തരുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ അനാലിസിസുകൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എന്തായാലും ഇന്ന് പറയണമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഇറാൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രത്യേക വിഷയങ്ങൾ, ഈ പ്രത്യേക വിഷയങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 3 പേരുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അബ്ബാസ് അരക്ചി, അതായത് ഇറാൻ്റെ നിലവിലത്തെ ഫോറിൻ മിനിസ്റ്റർ, അതുപോലെ തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, അതുപോലെ തന്നെ ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബാഫ്. ഇവർ 3 പേരുമാണ് മോഡറേറ്റ് അഥവാ ലിബറൽ IRGC മെമ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇവർ 3 പേരും വല്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ ഇറാൻ്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. ഓക്കെ, ഇവർ ഈ ഗെയിം പ്ലാൻ നടത്തുന്നത് കൊണ്ട് എന്താണ് ഗുണം, എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവർ IRGCയിൽ നിന്നും തനിച്ചാണോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇവരുടെ മോട്ടീവ്? ഇവരുടെ പ്രേരണയിലാണ് ശരിക്കും അമേരിക്കയുമായിട്ടുള്ള MOU സൈൻ ചെയ്തത്. പിന്നീട് എന്തുകൊണ്ട് ആ MOU മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അമേരിക്കയ്ക്ക് ഇറാൻ MOU സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടും, അതായത് സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് MOU സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ഇവരെ ആക്രമിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവരിൽ വീണ്ടും ഒരു വിശ്വാസം അമേരിക്കയ്ക്ക് എവിടെ വെച്ചിട്ടാണ് നഷ്ടപ്പെട്ടത്? ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ്റെ ഉള്ളിൽ ആക്രമണം തുടങ്ങുകയാണ്. ആക്രമണം തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൻ്റെ ഇമേജ് ഞാനിവിടെ വെച്ചേക്കാം. ഇത് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുൽ അലി ഖമനേയിയുടെ വസതിയാണ്. ആ വസതി തകർന്നടിഞ്ഞ് കിടക്കുന്ന ആ ഒരു ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാവരും കണ്ടതാണ്. ഇത് അന്ന് വാർത്തകളിലൂടെ, പല മീഡിയകളിലൂടെ ഈ വാർത്ത പലരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പേരും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, അവരുടെ നിലപാടുകൾ എന്താണ്, ഇതാണ് നമ്മൾ ആദ്യമേ ഇവിടെ നോക്കേണ്ടത്. 2-3 പേരുകളാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. മുഹമ്മദ് ബാഗേർ ഗാലിബാഫ് പാർലമെൻറ്റ് സ്പീക്കറാണ്. അതേപോലെ തന്നെ ആണവ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയുമാണ് കേട്ടോ. അതായത് ഈ ന്യൂക്ലിയർ എനർജി, അതുപോലെ തന്നെ ന്യൂക്ലിയർ ആയുധം, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയും കൂടിയാണ് മുഹമ്മദ് ബാഗേർ ഗാലിബാഫ്. ഈ ഗാലിബാഫ് ഒരു തീവ്ര നിലപാടുള്ള IRGC മെമ്പറാണ്. പക്ഷേ അയാളിപ്പം ഞാൻ തീവ്ര നിലപാടുള്ള ആളല്ല എന്നുള്ള തരത്തിൽ ഈ പൊളിറ്റിക്കൽ വിങ്ങിനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല, ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാണ്. ഈ മുഹമ്മദ് ബാഗേർ ഗാലിബാഫ് ഇപ്പം നിലപാട് മാറ്റിയിട്ട് എനിക്ക് അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള MOUമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പോസിറ്റീവ് അപ്രോച്ചും ഇല്ല, ഞാൻ ശക്തമായ രീതിയിൽ IRGCയുമായിട്ട് നിലപാടെടുക്കുകയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മൊസാദ് ഇറങ്ങിക്കളിക്കും. അതിൽ നിന്നും മുഹമ്മദ് ബാഗേർ ഗാലിബാഫ് രക്ഷപ്പെട്ടത് തന്നെ ഈ MOU, അതേപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ചർച്ച, പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയ്ക്കുള്ള ഫ്ലെക്സിബിലിറ്റി കാണിച്ചത്, ഇയാളെ ഇസ്രായേൽ വധിക്കാതെ വിട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അത്ര എളുപ്പത്തിൽ ഈ ലിബറൽ IRGC കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും ഹാർഡ് ലൈൻ IRGC കൂട്ടത്തിലേക്ക് എളുപ്പത്തിൽ അങ്ങനെ ചാടാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് ലൈൻ IRGCക്കൊപ്പമാണ്, എന്നാൽ ഞാൻ ലിബറൽ IRGCക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഡബിൾ ഗെയിം കളിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പം നിലവിൽ കംപ്ലീറ്റ്ലി ഹാർഡ് ലൈൻ IRGCയെ വിട്ടുമാറി ലിബറൽ IRGCയിലേക്ക് വരേണ്ട ഒരു നിർബന്ധിത ഘട്ടത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ പുള്ളിക്കാരൻ്റെ നിലപാട് വളരെ ഓപ്പണായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ സർക്കാരിനെയും വെടിനിർത്തൽ കരാറിനെയും അംഗീകരിക്കുന്ന വിഭാഗത്തിലാണ് മുഹമ്മദ് ബാഗേർ ഗാലിബാഫ്. ഓക്കെ, വ്യക്തമാക്കിക്കോളൂ, ഇനി അതിനകത്ത് കൺഫ്യൂഷൻ വേണ്ട. പുള്ളിക്കാരൻ ഇറാൻ്റെ ഉള്ളിൽ നിന്ന് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വിടും, പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിക്കും. അമേരിക്കയ്ക്കെതിരെ, ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എടുത്തെടുത്ത് പറയും. അതിലൊന്നും കാര്യമില്ല. പുള്ളിക്കാരൻ്റെ നിലപാട് ഇതാണ്. ഏതാണ്? അമേരിക്ക മുന്നോട്ട് വെച്ച MOUവിനെ അനുകൂലിക്കുന്ന നിലപാടാണ് മുഹമ്മദ് ബാഗേർ ഗാലിബാഫിനുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ MOUവിലേക്ക് എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയത്? MOU സൈൻ ചെയ്തെടുക്കാൻ മുഹമ്മദ് ബാഗേർ ഗാലിബാഫിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് അടച്ചിട്ടതാണ്. പാർലമെൻറ്റ് അടച്ചിട്ടതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് മാർച്ച് മുതൽ ഏതാണ്ട് 5 മാസ കാലയളവ് ഇറാൻ്റെ പാർലമെൻറ്റ് ക്ലോസ്ഡ് ആയിരുന്നു, അത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ആ രാജ്യത്തിനുള്ള സുപ്രീം സെക്യൂരിറ്റി കൗൺസിൽ, ഈ സുപ്രീം സെക്യൂരിറ്റി കൗൺസിൽ പ്രവർത്തിക്കുന്നത് ഡയറക്റ്റ് ആയത്തുൽ അലി ഖമനേയിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഈ സുപ്രീം സെക്യൂരിറ്റി കൗൺസിൽ നയിക്കുന്നത് കുറച്ച് തീവ്ര നിലപാടുള്ള ക്ലെറിക്സ് ഗ്രൂപ്പുകളാണ്. ഈ ക്ലെറിക്സ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് IRGC അല്ല,
IRGCയെ നേരിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്ലെറിക്സ് ഗ്രൂപ്പുകൾ, ഈ തലയിൽ തുണിയൊക്കെ ചുറ്റിക്കൊണ്ട് താടിയൊക്കെ വളർത്തിക്കൊണ്ട് ആ ക്ലെറിക്സ്, അതായത് മതപണ്ഡിതന്മാർ, അവരാണ് ഈ സുപ്രീം സെക്യൂരിറ്റി കൗൺസിൽ നയിക്കുന്നത്. അപ്പോൾ ഈ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പാർലമെൻറ്റ് കൂടാത്തത്. കാരണം പേടി. അതായത് ഇറാൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ലീഡേഴ്സിൻ്റെ ഒത്തുചേരൽ നടന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം വരാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് നേതാക്കളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പേടിയിൽ ഇനി നമുക്ക് ഒത്തുചേരൽ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തത് സുപ്രീം സെക്യൂരിറ്റി കൗൺസിലാണെന്നാണ് ഗാലിബാഫ് കഴിഞ്ഞ ആഴ്ച പാർലമെൻറ്റ് തുറന്ന് അതിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത സമയത്ത് പറഞ്ഞു വെച്ചത്. ഓക്കെ, പക്ഷേ ഇൻ്റർപ്രിട്ടേഷൻ വേറെയാണ്. കാരണം ഇയാൾ പാർലമെൻറ്റ് തുറക്കാത്തത് ഈ MOU മുന്നോട്ട് കൊണ്ടുപോകാനും ആ MOU പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ MOU തള്ളിപ്പോവും. അമേരിക്കയുമായിട്ടുള്ള ഒരു ചർച്ചയെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അമേരിക്കയുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒത്തുചേർന്ന് നിന്ന വ്യക്തികളായിട്ടാണ് ഗാലിബാഫിനെയും അതുപോലെ അബ്ബാസ് അരക്ചി, ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ അബ്ബാസ് അരക്ചിയും അതേപോലെ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെസസ്കാനെയും ഈ IRGC ഹാർഡ് ലൈനേഴ്സ് വിശേഷിപ്പിക്കുന്നത്. അതാണ് അവരുടെ പ്രൊപ്പഗണ്ട. അങ്ങനെയാണ് ഇവരെക്കുറിച്ചുള്ള നെറേറ്റീവ് ഇറാൻ്റെ ഉള്ളിൽ. ഇനി മുജ്തബ ഖമനയുടെ റോൾ എന്താണ്? മുജ്തബ ഖമനയി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആർക്കും അറിയില്ല. പക്ഷേ മുജ്തബ ഖമനയുടെ പേരിൽ, അതിൻ്റെ ബിനാമി രൂപത്തിൽ പല കാര്യങ്ങളും മുജ്തബ ഖമനയി അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് ഈ 3 പേരും, ഗാലിബാഫും അബ്ബാസ് അരക്ചിയും പ്രസിഡന്റ് മസൂദ് പെസസ്കാനും ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മുജ്തബ ഖമനയെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങൾക്ക് സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ബന്ധമാണുള്ളത്, അവരാണ് മുജ്തബ ഖമനയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഞങ്ങളല്ല എന്നുള്ള മറുപടിയാണ് ഇവർ 3 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിന് എന്താണ് റോൾ? കാരണം അവിടെ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? നോ ഡിസിഷൻ മേക്കേഴ്സ്. അവിടെ ഡിസിഷൻ മേക്കേഴ്സ് ഇല്ല. അത് ഡയറക്റ്റായിട്ട് ആയത്തുൽ അലി ഖമനയെ നിയന്ത്രിച്ചിരുന്ന ഒരു ടീമാണ് ഈ സുപ്രീം സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ആയത്തുൽ അലി ഖമനയുടെ ഡയറക്റ്റ് കൺട്രോളിൽ വരുന്ന കാര്യങ്ങളാണ് സുപ്രീം കൗൺസിൽ, അതേപോലെ തന്നെ IRGC. ഇത് രണ്ടും ഇപ്പം അവിടെ നാഥനില്ല, കളരിയാണ്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പം ഈ IRGCക്കുള്ള ഡൗട്ട്, അതായത് ഈ സുപ്രീം കൗൺസിലിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ആയത്തുൽ അലി ഖമനയെ ഇല്ല. മുജ്തബ ഖമനയാണെന്നുണ്ടെങ്കിൽ ഒരു വിവരവും ഇല്ല. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മുങ്ങിയതായിട്ടാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, മുജ്തബ ഖമനയോടൊപ്പം ചേർന്ന് കുറേ IRGC നേതൃത്വ നിരയിലുള്ള ലീഡേഴ്സും ഒപ്പം മുങ്ങിയിട്ടുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. ഇതൊക്കെ ഇൻ്റർനാഷണൽ വാർ സ്റ്റഡീസ് അവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് ഇറാനെക്കുറിച്ച് നിരന്തരം സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റൈറ്റർ, പുള്ളിയും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുജ്തബ ഖമനയുടെ പ്രസൻസ് ഇറാനിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇവർ ആരുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ടാണ് MOU സൈൻ ചെയ്യിപ്പിച്ചത്? കാരണം ഇറാൻ്റെ റൂൾസ് പ്രകാരം പുറത്തുള്ള ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റ് ആ രാജ്യത്തിനുള്ളിൽ അപ്രൂവൽ കിട്ടണം എന്നുണ്ടെങ്കിൽ പാർലമെൻറ്റ് അതിനെ പാസ്സാക്കണം. ഇതിൽ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ അപ്രൂവൽ കിട്ടി? ഈ ചോദ്യത്തിന് ഈ 3 പേർക്കും ഉത്തരമില്ല. അവർ കൈ കാണിക്കുന്നതെല്ലാം തന്നെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിലിനെയാണ്. ഈ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ശരിക്കും IRGCയുടെ ഇടയ്ക്കും ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയ്ക്കും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ചത്. പക്ഷേ അത് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുജ്തബ ഖമനയ്ക്ക് ഈ MOU സൈൻ ചെയ്യുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ആണ് പ്രസിഡന്റിൻ്റെ താല്പര്യത്തിനും അതേപോലെ അബ്ബാസ് അരക്ചിക്കും ഗാലിബാഫിൻ്റെ ഒക്കെ ഈ ഒരു താല്പര്യത്തിന് വഴങ്ങിയാണ് മുജ്തബ ഖമനയെ ഡീലിൽ ഒപ്പുവെക്കാം എന്ന് സമ്മതിച്ചത് എന്നാണ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ വെടിനിർത്തൽ അഥവാ ഈ MOUവിനെ ശക്തമായി എതിർക്കുന്ന നിലപാടുള്ള നേതാക്കളുണ്ട്. അത് ഏതാണ്ട് ഒരു 26 മുതൽ 30 MPമാർ ഇറാൻ്റെ പാർലമെൻറ്റിലുണ്ട്. പക്ഷെ അതിൽ നേതൃത്വ നിരയിൽ ഈ MOUവിനെ എതിർത്ത ഹാർഡ് ലൈനേഴ്സ് MP മുഹമ്മദ് നബാവിയാൻ, പിന്നെ ഇബ്രാഹിം റസായി. ഈ നബാവിയാനും ഈ റസായിക്കും ശക്തമായ രീതിയിൽ ഈ MOUവിനെ എതിർക്കണം എന്നുള്ള നിലപാടുണ്ടായിരുന്നു. അവർ ശക്തമായി എതിർത്തു. അവർ 10-30 MPമാരെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഇതിനെ എതിർക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ശക്തമായി ഇതിനെ എതിർക്കുന്നുണ്ട്. സർക്കാരിൻ്റെ അമേരിക്കയുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇവരുടേത്. എന്നാലോ പാർലമെൻറ്റ് വിളിച്ചു ചേർത്ത സമയത്ത് ആദ്യമേ തന്നെ ഈ 2 പേരെയും പാർലമെൻറ്റിൽ വോട്ട് രേഖപ്പെടുത്തി ഇവരെ പുറത്താക്കി. ഇവരെ പുറത്താക്കാൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് സാധിച്ചു. ഖമ്രാൻ ഗസൻഫാരി ഇതുപോലെ തന്നെ ശക്തമായ രീതിയിൽ ഈ എഗ്രിമെൻറ്റിനെ എതിർത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ആരോപണം ഈ 3 പേർക്കുമെതിരെ, അതായത് ഗാലിബാഫിനും അബ്ബാസ് അരക്ചിക്കും പെസസ്കാനുമെതിരെ ഉന്നയിച്ച വ്യക്തികളിൽ ഒരാളാണ് ഖമ്രാൻ ഗസൻഫാരി. അയാൾ ചോദിച്ചത് മുജ്തബ ഖമനയ്ക്ക് മേലിൽ അധികാരം ചെലുത്താൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് എന്ത് അധികാരമാണുള്ളത്?
അതുപോലെ തന്നെ പാർലമെന്റിനുള്ളിലെ വിഷയങ്ങളിലേക്ക് ഇടപെടാൻ ഈ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് ആരാണ് അധികാരം ഏൽപ്പിച്ചത്? ഇത്തരത്തിലുള്ള ലീഗൽ ചോദ്യങ്ങളാണ് അവിടെ ഉന്നയിച്ചത്. അതുമാത്രമല്ല, പുള്ളിക്കാരൻ പറയുന്നത് ഈ 3 പേരും കൂടി ചേർന്ന് നിലവിലുള്ള IRGC ഭരണകൂടത്തിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഈ ഗസൻഫാരി ഉന്നയിച്ചത്. ഇതിലൂടെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അമേരിക്കയുടെ ചാരപ്പണിയാണ് ഈ 3 പേരും ചെയ്യുന്നത്. അമേരിക്ക ട്രംപ് ഉദ്ദേശിച്ച റെജിം ചേഞ്ച് അത് ഇവർ 3 പേരുമാണ്. IRGC എന്ന് പറഞ്ഞാൽ തീവ്ര നിലപാടുള്ള മതഭരണകൂടത്തിനെയും അതേപോലെ പൊളിറ്റിക്കൽ വിങ്ങിനെ നിയന്ത്രിക്കുന്ന മതഭരണകൂടത്തിനെയും നീക്കം ചെയ്തിട്ട് IRGCയും അതേപോലെ തന്നെ ഈ ക്ലെറിക്സ് ഭരണകൂടത്തിനെയും നീക്കം ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ഒരു ലിബറൽ ഡെമോക്രാറ്റിക് ഭരണകൂടം കൊണ്ടുവരാനാണ് ഈ 3 പേരും ശ്രമിക്കുന്നത്. ചാരപ്പണിയെടുത്ത 3 പേർ. ആയത്തുൽ അലി ഖമേനിയുടെ ഫ്യൂണറൽ സെറമണിയിൽ ഡെത്ത് ടു അമേരിക്ക ഒരു സ്ലോഗൻ ഉണ്ടായിരുന്നു, ഡെത്ത് ടു ഇസ്രായേൽ മറ്റൊരു സ്ലോഗൻ ഉണ്ടായിരുന്നു. അത് യൂഷ്വലായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്ലോഗനാണ്. അതേപോലെ ഈ 3 പേർക്കെതിരെയും പെർപെട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ 3 പേർക്കെതിരെയും ഇതേപോലത്തെ സ്ലോഗൻ ഉണ്ടായിരുന്നുള്ളതാണ് ശ്രദ്ധേയമായി നമ്മൾ നോക്കി കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇവർ 3 പേർക്കും പേടിയാണ്, നല്ല പേടി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒന്ന്, ഈ MOU മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവർ ഉദ്ദേശിച്ചതുപോലെ ഈ രാജ്യത്തിനെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കാനും പറ്റുന്നില്ല. പക്ഷേ അതേസമയം IRGCയുടെ കയ്യിൽ നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പ് നേരിടേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആയത്തുൽ അലി ഖമേനിയുടെ സെന്റിമെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പതി വളരെയധികം പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമും കൂടിയാണ്. ഇതിനെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള രീതിയിൽ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ഈ 3 പേരും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണി അവർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സൂചനയാണ് ഞാൻ ഇന്നലെ അബ്ബാസ് അറക്ചി IRGCക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഹമീദ് റസായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MP ഉണ്ട്. ഇയാളും പാർലമെന്റ് MPമാരെ നിയന്ത്രിക്കുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ അവരെ നീക്കം ചെയ്യുന്ന റൈറ്റ് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് ഇല്ല എന്നാണ് ഇയാളും വാദിക്കുന്നത്. ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അതിലേക്ക് നമുക്കൊന്ന് പോവാം. ഇവർ തമ്മിൽ ഈ കൂട്ടയടിക്കുള്ള കാരണം എന്താണ്? ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം. ഈ പെസസ്കിയാൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഗാലിബാഫ് ആയിക്കോട്ടെ, അബ്ബാസ് അറക്ചി ആയിക്കോട്ടെ, ഇവരുടെ കയ്യിൽ ആർമിയില്ല. പട്ടാളവും പടക്കോപ്പുകളും സാമഗ്രികളൊക്കെ ഉള്ളത് IRGCയുടെ കീഴിലാണ്. അപ്പോൾ ഇവർക്ക് തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് വേണ്ടത് പീപ്പിൾ സപ്പോർട്ടാണ്. അതിപ്പോൾ ഇവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇതിൽ നമ്പർ 1, യുദ്ധം തുടങ്ങിയതും പാർലമെന്റ് അടച്ചുപൂട്ടിയതും. ഫെബ്രുവരിയിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തി തുടങ്ങിയ ഉടനെ തന്നെ ഇവർ പാർലമെന്റ് അടച്ചുപൂട്ടി. അപ്പോൾ അന്ന് ഒരു പ്രധാനപ്പെട്ട നേതാക്കളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് ഒത്തുകൂടണ്ട എന്നുള്ള തീരുമാനം വളരെ കർശന നിയമമായിട്ട് തന്നെ അന്ന് ഈ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 290 MPമാരാണ് ഇറാന്റെ പാർലമെന്റിലുള്ളത്. ഇവരാരും തന്നെ പാർലമെന്റ് സന്ദർശിക്കേണ്ടതില്ല എന്നുള്ള നിയമമാണ് അന്ന് അവർ പ്രഖ്യാപിച്ചത്. അതിനെ തുടർന്ന് പലപ്പോഴായിട്ട് ഓൺലൈനിൽ ചില വിർച്വൽ മീറ്റിംഗ്സ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരൊറ്റ തവണ മാത്രം 200 MPമാർ ഒത്തുചേർന്നുകൊണ്ട് ഒരൊറ്റ തവണ പാർലമെന്റ് സംഘടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ പാർലമെന്റ് വിളിച്ച് ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ് എങ്ങനെ വന്നു ചോദിച്ചാൽ അത് അവരുടെ നിയമത്തിന്റെ പ്രശ്നമാണ്. ഏതൊരു അന്താരാഷ്ട്ര കരാറും ഇറാൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അതിന് പാർലമെന്റിന്റെ അപ്രൂവൽ വേണം. മെജോറിറ്റി അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സൈൻ ചെയ്ത് മുന്നോട്ട് പോയുള്ളൂ. ഇല്ലെങ്കിൽ ആ രാജ്യത്ത് അത് ആപ്ലിക്കബിൾ അല്ല. ആ MOU സൈൻ ചെയ്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് പാർലമെന്റിൽ വെച്ച് പാസ്സാക്കിയില്ല. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനത്തെ എഗ്രിമെന്റുകളൊക്കെ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക നിയമം ഇറാന്റെ പാർലമെന്റ് റൂളിൽ ഇല്ല. എന്ത് ദയനീയ അവസ്ഥയാണെന്ന് നോക്കും. അടിയന്തര കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കി എടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബൈലോ ആ പാർലമെന്റിൽ ഇല്ല, ഇറാൻ പാർലമെന്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. ആ ഇല്ലാത്ത അവസ്ഥയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ. എന്നാലോ 5 മാസം കഴിഞ്ഞ് പാർലമെന്റ് തുറന്നപ്പോൾ ഈ കരാറിനെ എതിർത്തിരുന്ന ആൾക്കാരെയാണ് ആദ്യം പുറത്താക്കിയത്. എന്നാൽ 5 മാസം പാർലമെന്റ് കൂടാത്തതിൽ ഗാലിബാഫിന്റെ മനഃപൂർവ്വമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ എഗ്രിമെന്റ് പാർലമെന്റിന്റെ ഉള്ളിൽ കൊണ്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് തള്ളിപ്പോയാലോ, അതുകൊണ്ട് ഇപ്പം തീരുമാനമെടുക്കാൻ ആൾക്കാരില്ല, സോ അതുകൊണ്ട് നമ്മൾക്ക് തന്നെ തീരുമാനമെടുത്ത് പ്രസിഡന്റിനെ വെച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമെന്നുള്ള തീരുമാനമെടുത്ത് ഇവരാണ് MOU സൈൻ ചെയ്യാൻ തീരുമാനമെടുത്തത്. ഹാർഡ് ലൈൻ IRGCയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മുജ്തബ ഖമേനിയുടെ പേര് മാത്രം ജസ്റ്റ് യൂസ് ചെയ്തു എന്നാണ് ഇപ്പൊ ഇറാന്റെ ഉള്ളിൽ IRGC ഇവർക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം. ഈ സാഹചര്യത്തിൽ യുദ്ധം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അമേരിക്ക ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ IRGC ഇവർക്കെതിരെയുള്ള വിയോജിപ്പ്, ഈ 3 പേർക്കും എതിരെയുള്ള വിയോജിപ്പ് IRGC പുറത്തു കാണിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച 10 ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയുടെ 2 എണ്ണക്കപ്പലുകൾ സ്റ്റേറ്റ് ഓഫ് ഹോർമസിൽ വെച്ച് ആക്രമിച്ചത്. അതിനെ തുടർന്ന് അമേരിക്ക അന്ന് രാത്രി 80 സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആക്രമണം നടത്തിക്കൊണ്ട് യുദ്ധം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അത് ഇന്നും തുടർന്ന് 10ാം ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് അബ്ബാസ് അറക്ചിയുടെ ഒരു ഇന്റർവ്യൂ, ഒരു ഓപ്പൺ ആയിട്ട് ഒരു തുറന്നു പറച്ചൽ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. IRGCക്കെതിരെ ശക്തമായിട്ടുള്ള ബ്ലെയിം ഉന്നയിച്ചുകൊണ്ടാണ് അബ്ബാസ് അറക്ചി ആ വാർത്താ സമ്മേളനം, ആ ഇന്റർവ്യൂ കൊടുത്തത്. ടണലുകൾ വരെ സേഫ് അല്ല, എല്ലാ സ്ഥലങ്ങളിലും അമേരിക്ക കയറി അറ്റാക്ക് നടത്തും, അത് നടത്തിയാലും ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അബ്ബാസ് അറക്ചി വിളിച്ച് പറഞ്ഞത്. ഇതിലൂടെ അബ്ബാസ് അറക്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, അബ്ബാസ് അറക്ചി ആയിക്കോട്ടെ, ഗാലിബാഫ് ആയിക്കോട്ടെ, മസൂദ് പെസസ്കിയാൻ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ പൊതുജനങ്ങളുടെ മധ്യേ ഇവർക്കൊരു ഗുഡ് നോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് സൈൻ ചെയ്ത് ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ
ഒരു ഡെമോക്രസി രീതിയിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിലൂടെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നുള്ള രീതിയിൽ ഒരു മോഡറേറ്റ് സോ കോൾഡ് നേതാക്കളായിട്ട് മാറാനാണ് ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലും കൂടി പകർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂകളുമാണ് ഇപ്പോൾ ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവർ IRGC ഒരു ചോദ്യം മുന്നിൽ നിർത്തുകയാണ്. ഇപ്പോൾ ശരിക്കും ഇറാന്റെ ഉള്ളിലെ പൊതുജനങ്ങളുടെ ഇടയിൽ IRGC ആണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്നുള്ള രീതിയിൽ ഇവർ കൃത്യമായിട്ട് ആ ഒരു പിക്ചർ നരേറ്റീവ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് അമേരിക്കയ്ക്ക് ഒരു തരത്തിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ IRGC അത്ര എളുപ്പത്തിൽ വഴങ്ങുന്ന ടീമല്ല. IRGC ഇതിനെയും ഇവരുടെ ക്രൂക്കഡ് മൈൻഡായിട്ട് എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അതിന് IRGCക്ക് അവരുടേതായിട്ടുള്ള ക്ലറിക്കൽ ടീമുകളുണ്ട്, പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലറിക്കൽ ടീമുണ്ട്. ഈ ആയത്തുൽ അലി ഖമനേയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒരു ടെമ്പററി ഡിസിഷൻ മേക്കേഴ്സിനെ ഇവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ IRGCയുമായിട്ട് ബന്ധപ്പെട്ട 2 ക്ലറിക്കുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇച്ചിരി ലിബറലാണ്, മറ്റൊരാൾ കടുത്ത നിലപാടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ മസൂദ് പെസസ്കിയാൻ ആ ടീമിലുണ്ട്. ഒബ്വിയസ്ലി അയാൾ രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്, സോ അയാളും ആ സമിതിയിലുണ്ട്. അങ്ങനെ 3 പേർ ചേർന്നുള്ള ഒരു ടീമാണ് ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം മുജ്തബ ഖമനേയി എവിടെ? ആ ചോദ്യം ഇപ്പോഴും എയറിൽ നിൽക്കുകയാണ്. ഇപ്പം ഇറാൻ്റെ ഉള്ളിലുള്ള പൊതുജനങ്ങൾക്കാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയേണ്ടത്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 12 അവേഴ്സിൽ ശക്തമായ രീതിയിലുള്ള അറ്റാക്ക്, മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് കുവൈറ്റ്, ജോർദാൻ, അതുപോലെ ബഹ്റൈൻ്റെ 5th ഫ്ലീറ്റ് നേവൽ ബേസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു റഡാർ സ്റ്റേഷൻ അവർ തകർത്തിട്ടുണ്ട്. അതുപോലെ ജോർദാൻ്റെ ഉള്ളിലേക്കും അവർ മിസൈലുകൾ വിടുന്നുണ്ട്. മേജർ മിസൈലുകളെല്ലാം തന്നെ ജോർദാനിൽ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുവൈറ്റിൻ്റെ ഉള്ളിലേക്കും അവർ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തുടരെ എവറി 3 hours, എവറി 4 hours ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അതേസമയം ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമാണ് ഇറാൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത്. ഡ്രോൺ സ്റ്റേഷൻ നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ അവരുടെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തകർന്നു, അതുപോലെ മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, അതുപോലെ റഡാർ സ്റ്റേഷൻസ്, അതുപോലെ തന്നെ മിസൈൽ ലോഞ്ച് പാഡുകൾ, ഇതെല്ലാം തന്നെ തകർത്തിരിക്കുകയാണ് അമേരിക്ക. ഷിറാസ് എന്ന് പറയുന്ന സ്ഥലത്ത് മിലിറ്ററി ഫെസിലിറ്റി ആൻഡ് ലോജിസ്റ്റിക്സ്, കൊനാർക്കിലും അതേപോലെ സിസ്റ്റാൻ ബലൂചിസ്ഥാനിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ ഇറാന്റെ ബോർഡറിലേക്കുള്ള ഒരു സെക്യൂരിറ്റി ഗേറ്റ്, ഇറാൻ ഇറാഖ് ബോർഡറിൽ ഒരു സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് അടിച്ച് തകർത്തിരിക്കുകയാണ്. ഏറ്റവും വലിയ ചെക്ക് പോസ്റ്റാണ്. അതിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആൾക്കാർ ഇങ്ങോട്ട് എൻട്രി ആക്കുന്ന ആ ഒരു സേഫ് ഗാർഡ് ഗേറ്റ് ആണ്. അതാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനെ ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു ഇന്റലിജൻസ് വിവരം കിട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, കുവൈറ്റിനുള്ളിലേക്ക് ഇറാൻ ഗ്രൗണ്ട് ഫോഴ്സിനെ അയക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുവൈറ്റിലേക്ക് അങ്ങനെ പല സ്ഥലങ്ങളിലൂടെയൊന്നും ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കാൻ ഇറാന് സാധിക്കില്ല. ഇറാന് സാധിക്കുന്ന ഒരേ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഇറാൻ അനുകൂല മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്. ആ മിലീഷ്യ ഗ്രൂപ്പുകളെ കുവൈറ്റിനുള്ളിലേക്ക് ഇറക്കി വിടാനുള്ള പദ്ധതി ഇറാനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഓപ്പണായിട്ട് തന്നെ കുവൈറ്റിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുവൈറ്റിനൊന്നും ചെയ്യാനില്ല. അതേസമയം ഈ ഗ്രൗണ്ട് ഫോഴ്സ് വരുന്നത് അമേരിക്കൻ ബേസുകളെ ടാർഗറ്റ് ചെയ്തായിരിക്കും. അത് അമേരിക്ക മുൻകൂട്ടി കാണുന്നുണ്ട്. അഥവാ അങ്ങനെ അവർ ഇരച്ചു കയറി കഴിഞ്ഞാൽ അമേരിക്കൻ സോൾജേഴ്സ് നിരവധി പേരെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇത് അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും. ട്രംപ് വരാനിരിക്കുന്ന ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ കുറച്ച് കൺട്രോൾഡ് മാനറിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇറാൻ അതിന് അനുവദിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ശക്തമായ രീതിയിൽ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഇറാനെയും അതേസമയം ഇറാനെ അടിച്ചൊതുക്കാൻ ഒരുങ്ങി നിൽക്കുന്ന അമേരിക്കയുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. പക്ഷേ ട്രംപ് അമേരിക്കയുടെ കോൺഗ്രസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന ഇലക്ഷനിൽ ട്രംപിന് പണി കിട്ടും. അതാണ് ട്രംപിനെ പിന്നോട്ട് വലിക്കുന്ന മറ്റൊരു ഘടകം. പക്ഷേ എന്നാലും ഇപ്പം തുടങ്ങി വെച്ച യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ പറ്റാത്ത സാഹചര്യം കൂടിയാണ്. കാരണം അമേരിക്കൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സോ അതിന് പ്രതികാരം ചെയ്തിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞിട്ടുള്ള ശക്തമായ പ്രസ്താവനകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇപ്പം ആക്രമണം മുന്നോട്ട് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Something no president's been willing to do. 47 years, they build up a conventional capability like the North Koreans did. Remember, that's how North Korea made their way to a bomb. So much weaponry that no one was willing to stand up to them. President Trump was, and it continues to this day. Iran's been given every opportunity to negotiate, to show that they're reasonable on the Strait of Hormuz. But if they're going to shoot at commercial shipping, then we're going to hit them, as the president said, 10 times harder, which every night we're degrading them further and further. And the president has all the options necessary. If they want to talk, they can talk. Otherwise, they can deal with the War Department, and we're prepared to do that. അതുപോലെ കോസ്റ്റൽ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് അത് കംപ്ലീറ്റ് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. അതുപോലെ ചാബഹാർ പോർട്ടിലും ഇന്നലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് മിലിറ്ററി റിലേറ്റഡ് ഫെസിലിറ്റി, അതായത് ഗൾഫ് ഓഫ് ഒമാനെ ടാർഗറ്റ് ചെയ്തത് ഈ മിലിറ്ററി റിലേറ്റഡ് ഫെസിലിറ്റിയിൽ നിന്നാണ്. കാരണം ഇന്നലെയും 2 കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്തുള്ള സൗദി ഫ്ലാഗ്ഡ് ഷിപ്പിന് നേരെയാണ് അറ്റാക്ക് നടത്തിയത്. അതുപോലെ സൗദി അറേബ്യയും ഹൂത്തിയും തമ്മിൽ വീണ്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് മാത്രമല്ല ബാബൽ മന്ദേബും ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മീൻസ് റെഡ് സീ റൂട്ടും.
സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കപ്പലുകൾ എങ്ങാനും നിങ്ങൾ തടഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളുടെ ആക്രമണം പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായിരിക്കുന്ന രീതിയിൽ താക്കീതൊക്കെ കൊടുത്തിരിക്കുകയാണ് സൗദി അറേബ്യ. പക്ഷേ ഇവിടെ പ്രശ്നം വളരെ രൂക്ഷമാണ്, ഗുരുതരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല, ഇപ്പോഴത്തെ റെഡ് സീ റൂട്ടും തടസ്സപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം വളരെ എഫക്റ്റീവായിട്ട് അമേരിക്കയും സൗദി അറേബ്യയും കൂടി ചേർന്ന് ഇറങ്ങണം, എന്നാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പം ഇത്തവണ അമേരിക്ക മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര കാലം ഇസ്രായേലിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം നിലവിലെ പ്രധാനപ്പെട്ട ചോദ്യം, നമ്മളുടെ അല്ല ഇസ്രായേലിൻ്റെ ചോദ്യം. കാരണം രണ്ട് റൂട്ടും ഇപ്പം അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്, വല്ലാത്ത പ്രതിസന്ധിയാണ്, എണ്ണ വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥകൾ. എന്തായാലും ഇറാൻ്റെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇറാൻ്റെ പുതിയ റെജീം എന്ന് ട്രംപ് പറയുന്നത് ആരൊക്കെയാണ്, അതുപോലെ അമേരിക്ക അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന IRGC റെജീം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഇറാൻ്റെ ഉള്ളിലുള്ള ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. അപ്പോൾ അത് മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് ഇറാൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷേ അത് തീരുമാനമെടുക്കേണ്ടത് ഇറാൻ്റെ ജനങ്ങളാണ്. ഇറാൻ്റെ ജനങ്ങൾ അരാക്ചി അതേപോലെ മസൂദ് പെസസ്ക്യാൻ ഗാലിബാഫിനോടൊപ്പമാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ജനങ്ങൾ IRGCയോടൊപ്പമാണോ എന്നുള്ളതിൽ തീരുമാനമെടുക്കേണ്ടത് ഇറാൻ്റെ ജനങ്ങളാണ്. അപ്പോൾ ഇറാൻ്റെ ജനങ്ങളിലേക്കുള്ള ഒരു സപ്പോർട്ട് നേടുക എന്നുള്ളതാണ് ഇപ്പം ഈ രണ്ട് ടീമുകളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ കൂടിയാണ് അമേരിക്കയുടെ ആക്രമണം കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു ഗ്യാപ്പ്, ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 15 ഡേയ്സ് അല്ലാന്നുണ്ടെങ്കിൽ അമേരിക്ക കൊടുത്തിരുന്ന ഒരു 60 ഡേയ്സ് ഗ്യാപ്പ് വളരെ വളരെ സ്യൂട്ടബിൾ ആയിട്ടൊരു ഗ്യാപ്പായിരുന്നു ഇറാന്. ആ ഗ്യാപ്പ് ഇപ്പം കിട്ടുന്നില്ല. ഇപ്പം ഈ ഒരു റൈവൽറിയിൽ ഇറാൻ്റെ ഉള്ളിലുള്ള ഒരു ഇന്റർണൽ പൊളിറ്റിക്സിൽ ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം കൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇറാൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ പാകിസ്ഥാനെ വെച്ചിട്ട് അമേരിക്കയുടെ അടുത്ത് സംസാരിച്ച് നോക്കിയത്. അമേരിക്ക തയ്യാറാണ്, പക്ഷേ IRGC തയ്യാറല്ല. കാരണം IRGCക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് IRGC ഇതിനെ എങ്ങനെ അട്ടിമറിക്കാം, അമേരിക്കയുടെ ഈ നീക്കത്തിനെ എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ള ശ്രമമാണ് IRGC നടത്തുന്നത്. അതുകൊണ്ടാണ് IRGC തുടരെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലെ കപ്പലുകളെ ആക്രമിക്കുന്നത്. അത് ഗാലിബാഫിനോ അല്ലാന്നുണ്ടെങ്കിൽ അബ്ബാസ് അരക്ചിക്കോ മസൂദ് പെസസ്ക്യാനോ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത് അവരുടെ കൺട്രോളിലല്ല. ബിക്കോസ് ദേ ആർ നോട്ട് ഡയറക്ട്ലി കൺട്രോളിങ് IRGC ഓർ ഇറാൻസ് മിലിറ്ററി. അതാണ് ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധം കണ്ടിന്യൂസ് ആയിട്ട് നടക്കും, തുടരെ നടക്കും. ഇറാൻ്റെ ഉള്ളിൽ ഒരു അട്ടിമറി അഥവാ ഒരു പൊതുജന പ്രക്ഷോഭം അല്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു റൈറ്റ് വരേണ്ടതുണ്ട്. അത് വന്നാൽ മാത്രമേ ഇതിനൊരു തീരുമാനമാവുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.